ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ശിവൻ്റെയും ശക്തിയുടെയും പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ എല്ലാ പാപദുരിതവും നീങ്ങി ആഗ്രഹ സാഫല്യമുണ്ടാകും. ജ്യോതിഷത്തിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപനായ മുരുകനെ ഭജിക്കുന്നത് മനഃശുദ്ധിക്കും തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഭാഗ്യം തെളിയുന്നതിനും ഫലപ്രദമാണ്. നിത്യജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും സുബ്രഹ്മണ്യ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ശത്രുദോഷം, ദൃഷ്ടിദോഷം, ശാപദോഷം, ചൊവ്വാദോഷം എന്നിവയ്ക്കെല്ലാം സുബ്രഹ്മണ്യ ആരാധന ഉത്തമമായ പരിഹാരമാണ്. രോഗദുരിത ശാന്തിക്കും ഇഷ്ടകാര്യ വിജയത്തിനും ക്ഷിപ്രഫലപ്രദം. ഇതിനെല്ലാമായി ഭക്തർ സുബ്രഹ്മണ്യ സ്വാമിക്ക് വിവിധ തരം വഴിപാടുകൾ നടത്താറുണ്ട്. ഓരോ വഴിപാടിനും ഓരോ ഫലമാണ് പറയുന്നത്. പാപശമനത്തിന് ഭസ്മാഭിഷേകം, ശത്രുദോഷ ശാന്തിക്ക് നാരങ്ങാമാല ചാർത്തൽ, കുടുംബ ഐക്യത്തിന് ത്രിമധുര നിവേദ്യം, ശാരീരിക ക്ഷമതയ്ക്ക് പാലഭിഷേകം, രോഗശാന്തിക്കും ഭാഗ്യവർദ്ധനവിനും പാൽപായസം, ധനാഭിവൃദ്ധിക്കും ഐശ്വര്യാഭിവൃദ്ധിക്കും താമരമാല, വിദ്യാവിജയത്തിന് പുഷ്പാഭിഷേകം, കർമ്മവിജയത്തിന് കളഭം ചാർത്ത്, ഭാഗ്യസിദ്ധിക്കും കാര്യവിജയത്തിനും മഞ്ഞപ്പെട്ട് സമർപ്പണം, ആരോഗ്യത്തിന് നെയ്വിളക്ക്, ഇങ്ങനെ ക്ഷിപ്രഫലസിദ്ധിയുള്ള ഒട്ടേറെ വഴിപാടുകളുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് സുബ്രഹ്മണ്യന് നടത്തുന്ന ഒറ്റ നാരങ്ങ സമർപ്പണം. ഭഗവാന് ഏറ്റവും പ്രാധാന്യമുള്ള ചൊവ്വാഴ്ചയാണ് ഇത് നടത്തുന്നത്. അഭീഷ്ടസിദ്ധി, സന്താനഭാഗ്യം, വിവാഹഭാഗ്യം, വിദ്യാവിജയം തുടങ്ങി എല്ലാവിധ ആഗ്രഹങ്ങളും ഈ വഴിപാടിലൂടെ സുബ്രഹ്മണ്യ സ്വാമി നടത്തിത്തരും. 6 ചൊവ്വാഴ്ചകളിൽ ഇത് മുടങ്ങാതെ സമർപ്പിക്കണം. കഴുകി വൃത്തിയാക്കിയ വാഴയിലയിൽ ഒരു നാരങ്ങയും ഒരു നാണയവും വെളുത്ത പുഷ്പവും വെച്ച് ഭക്തിപൂർവ്വം പ്രാർത്ഥനയോടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഷൺമുഖ ഭഗവാനെ തൊഴുതു വണങ്ങിയ ശേഷം ശ്രീകോവിലിന് 6 തവണ പ്രദക്ഷിണം ചെയ്ത് ഇത് നടയിൽ സമർപ്പിക്കാവുന്നതാണ്. വഴിപാട് തുടങ്ങുന്ന ആദ്യ ചൊവ്വാഴ്ച തടസ്സങ്ങൾ അകറ്റിത്തരാൻ ഗണപതി ഭഗവാനും ഒറ്റ നാരങ്ങയും നാണയവും വെള്ളപ്പൂവും സമർപ്പിക്കണം. അടുത്ത 5 ചൊവ്വാഴ്ചകളിൽ ഈ സമർപ്പണം സുബ്രഹ്മണ്യ സ്വാമിക്ക് മാത്രം മതി. 6ാം തവണ ഭഗവാന് നാരങ്ങാമാല കൂടി സമർപ്പിക്കണം. തികഞ്ഞ ഭക്തിയോടെ ഈ വഴിപാട് നടത്തുന്നവരുടെ ആഗ്രഹം തീർച്ചയായും സഫലമാകും. പെരുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഈ വഴിപാട് കൂടുതലായി നടക്കുന്നത്. മിക്ക മുരുക ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഈ വഴിപാടുണ്ട്. ക്ഷിപ്രഫലസിദ്ധിയാണ് ശ്രീ മുരുക പ്രാർത്ഥനയുടെ പ്രത്യേകത. ഷഷ്ടിവ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ദുഃഖവും നീങ്ങും. മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാരും ജാതകത്തിൽ ചൊവ്വ, മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം രാശികളിൽ നിൽക്കുന്നവരും ലഗ്നം 2-ലോ 7-ലോ 8-ലോ നിൽക്കുന്നവരും ചൊവ്വാപ്രീതി നേടാൻ സുബ്രഹ്മണ്യ ഭജനം നടത്തുക തന്നെ വേണം. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.